ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ സ്വന്തം കാർഫർ സെയിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ മൊബൈൽ വേർഷനാണ് കേട്ടോ കളിക്കുന്നത്. നമുക്ക് വേഗം പോയിട്ട് ഒരു വർക്ക്ഷോപ്പിലേക്ക് പോകണം. വർക്ക്ഷോപ്പല്ല, ഐ ആം സോറി, നമ്മുടെ ഡീലർഷിപ്പ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളിപ്പോൾ വണ്ടിയുണ്ട്, നമ്മൾ വർക്ക്ഷോപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവരാണ് നമ്മളെ പണിക്കാരൻ. ആള് വൃത്തിയാക്കി അടിച്ചു വരുള്ളൂ, അല്ലാണ്ട് വണ്ടി ക്ലീൻ ചെയ്യുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടി എടുക്കാൻ പോവാം. വണ്ടി നമ്മൾ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് പോകാം. അതാണ് നമ്മളെ ഡീലർഷിപ്പ്. നമ്മൾ ഈ ഗെയിം യൂട്യൂബിലൊന്നും ആദ്യമായിട്ടുണ്ട്. ഞാൻ കളിച്ചു തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ച കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ വണ്ടിക്ക് പണി ഉണ്ടെന്ന് ചോദിച്ചോട്ടെ. എൻ്റെ പൊന്നെ, നല്ല പണിയുണ്ട്. ചെറിയ പൈസയുള്ളൂ. നമുക്കിതൊക്കെ വിഷയമുണ്ടോ? നമ്മളെ വണ്ടി ഏതാ പറഞ്ഞാൽ ഡോഡ്ജ് ചലഞ്ചറാണ് നമ്മളെ വണ്ടി. നമുക്ക് ഡോഡ്ജ് ചലഞ്ചർ അങ്ങോട്ട് ഇറക്കി പണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് സെറ്റാണ്. വണ്ടിയിൽ മൊത്തം ചളിയായി. എന്നാലും ഗ്യാരേജിനുള്ളിൽ നിന്ന് എങ്ങനെ ചളിയായെന്ന് ഞാൻ നോക്കുന്നത്. വണ്ടിയുടെ ഉള്ളിൽ കയറട്ടെ. ഫോൺ ഇത് ഭയങ്കര സ്മൂത്ത് ഗെയിം ആയതുകൊണ്ട് കുറച്ച് ഇടങ്ങാറുണ്ട്. കുറച്ച് ഹാർഡാക്കണം. സാധാരണ കുറച്ച് സ്മൂത്ത് ആക്കണം എന്നാണ് അറിയാം, പക്ഷേ കുറച്ച് ഹാർഡായിപ്പോയി. അപ്പം നമ്മളിതാ വണ്ടി റിവേഴ്സ് എടുക്കുകയാണ്. നിങ്ങളെ നമ്പർ പ്ലേറ്റ് ഈ വണ്ടീൻ്റെ നമ്പർ പ്ലേറ്റ്, നിങ്ങളെ പേര് ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ വെക്കണമെങ്കിൽ ആദ്യം ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് കമൻറ്റ് ഇടുക നിങ്ങളുടെ പേര്. സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വണ്ടി സെയിൽ ചെയ്യാം. അതിന് മുമ്പ് വണ്ടി കഴുകണം. ഓക്കെ. അയ്യോ, നമ്മുടെ അടുത്ത് സോപ്പില്ല. നമുക്ക് അങ്ങോട്ട് സോപ്പ് അങ്ങോട്ട് വാങ്ങാം. എന്തിനാ അതന്നെ അങ്ങ് അൺലോക്ക് ചെയ്തോളൂ. അയ്യടാ, അടുത്തതായില്ല. ഇത് കുറേ നേരം, ഇത് ചില ഭാഗത്ത് വെക്കുമ്പോൾ കഴുകാൻ പറ്റില്ല, ചില ഭാഗത്ത് കഴുകാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രശ്നം, വേറൊന്നുമില്ല. അപ്പം നമുക്ക് ഒരു സ്ഥലം നോക്കിയിട്ട് ഈ ഒച്ച കീ 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 എന്ന് പറഞ്ഞ് പാക്കും. ഓക്കെ, അതെ, കീ 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 കീ. കേട്ടോളൂ. നല്ല അടിപൊളി സൗണ്ടായിട്ട് അങ്ങോട്ട് കേട്ടോളൂ. ഒന്നും അങ്ങോട്ട് നോക്കണ്ട. ഓക്കെ, അങ്ങോട്ട് വീശങ്ങോട്ട് കഴുകുക. വേറെ പണിയൊന്നും ഇല്ല. അതൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെ വണ്ടി ഏകദേശം കഴിഞ്ഞു. നമുക്കിപ്പം കാറ് സെയിലിനിടാം. നമ്മുടെ ഡോഡ്ജ് ചലഞ്ചറാണ് ഗൈസ് ഇത്. നമ്മുടെ നമ്പർ പ്ലേറ്റ് നിങ്ങളെ പേര് വരണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറക്കല്ലേ സബ്സ്ക്രൈബ്. അങ്ങനെ നമ്മുടെ ഫോട്ടോ കണ്ട് എടുക്കുക. ഓക്കെ, ഈ വണ്ടി നമുക്കൊരു എത്ര പൈസ അറിയും നോക്കാം നമുക്ക്. പിന്നെ സ്കൂളിലൊന്നും പോകാത്തതുകൊണ്ട് വലിയ ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ഇങ്ങനെ തന്നെ ജയിച്ച് പോവുക. അപ്പോൾ നമ്മൾ ടാബ് എടുത്തിട്ടുണ്ട്. ടാബിൽ എന്തോ എഴുതിയിട്ടുണ്ട്, അതൊക്കെ എടുക്കുക. അങ്ങ് എടുക്കുക. കണക്കിലില്ല, അറിയാത്തതുകൊണ്ട് എത്ര പൈസ ഇടുന്നു എനിക്കറിയില്ല ഗൈസ്. 100 ഇടല്ലേ, 100 ഇതിപ്പോൾ എങ്ങനെയാണ്? 120, 1200, 12000, 1,00,000. ഓക്കെ, അപ്പോൾ നമ്മളിത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ പൈസക്ക് വാങ്ങൂലേ, അത് എത്രയാണെന്ന് ആർക്കറിയാം. അപ്പം നമ്മൾ പൈസ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സെയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ സെയിലിട്ടിട്ടുണ്ട്. കുറച്ചുകൂടി പോയി ബിഗ് സെയിൽ. നമ്മൾ ബിഗ് സെയിലൊന്നും ഇട്ടിട്ടില്ല. വാതിൽ തുറന്നില്ല എൻ്റെ ഓഫീസിൻ്റെ. അപ്പോൾ നമ്മൾ ഓഫീസ് തുറന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് നമ്മളെ പണിക്കാരൻ്റെ അടുത്ത് പോകാം. ഹായ് പണിക്കാരൻ, എന്തെല്ലാം? പക്ഷേ കസ്റ്റമർ ആണെന്നല്ല, നമുക്ക് പിന്നെ സംസാരിക്കാം. അങ്ങോട്ട് വേഗം പോട്ടെ. അപ്പം നമുക്കിതാ എന്നെ പറന്നു പോന്നു. നമ്മൾ ചെറിയ പൈസക്കാണ് ഈ വണ്ടി വാങ്ങി. നമ്മൾ എത്ര രൂപക്കാണ് കൊടുക്കുന്നത് എനിക്കറിയാം.
ഒരു പറയും നമുക്കത് പറ്റത്തില്ല. നമുക്കൊരു ബാർഗെയിൻ ചെയ്യാം. നമുക്കിട്ട് ലക്ഷറി സ്റ്റോറേജ് എന്നായിപ്പോൾ കേട്ടോ. എന്താണെന്ന് പറയാം, ഡീലർഷിപ്പ് അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ഇടും ആർക്കറിയാം, കണക്കറിയാം. ഇത്രയും കഷ്ടപ്പെടുന്ന ആർക്കറിയാം. കണക്കിന് എനിക്ക് അറിയാത്തത് എന്താ ചെയ്തു. ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാർഗെയിൻ ചെയ്ത് നിൽക്കാം. ആർക്കറിയാം എന്താണ് ഞാൻ അടിച്ചിരുന്നത്, എനിക്കെന്നെ അറിയില്ല. ഇതുക്കോ വാങ്ങോ ഇല്ലല്ലേ. അപ്പം നമുക്ക് അടിച്ചിട്ട് എല്ലാ കൂടിപ്പോയോ എന്നൊരു സംശയം. സാറില്ല. അപ്പം നമുക്ക് നോക്കാം. വാങ്ങോ 1200, 12,000 ഇത് വാങ്ങും അല്ല, എൻ്റെ പേര് മാറ്റിക്കോ. വാങ്ങിയടാ. അങ്ങനെ ബിസിനസ്സൊക്കെ പഠിച്ച് അപ്പം നമുക്ക് നേരെ നമ്മളെ പണിക്കാരൻ്റെ അടുത്ത് പോകാൻ തിന്ന് പള്ളൊക്കെ തടിച്ച് പോയി ചെക്കൻ്റെ. അതിനു മുമ്പ് നമുക്കൊന്ന് പോയിട്ട് പുതിയ കാർ വാങ്ങാം. എന്നിട്ട് കഥ അറിയാം. ഓക്കെ, കാർ മാർക്കറ്റിൽ പോവാം. ഓക്കെ, ഡെഡും. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നമുക്ക് ആ ബെൻസ് നോക്കാം. വേറെ ഒരു കാറും കാണുന്നില്ല. ലാംഗ്വേജൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ ലാംഗ്വേജ് ഇവിടെ ചില്ല പൈസ. അത് നമ്മളെടുത്ത് വാങ്ങി ചെന്നൈയാണ് എല്ലാം തോന്നുന്നു. അത് നമ്മളെ വണ്ടിയല്ല, പക്ഷെ നമുക്ക് വേണ്ട. നമുക്ക് ബാൻസാണ് നമ്മൾ സെറ്റാവുള്ളൂ. നമുക്ക് നമ്മളൊക്കെ ആയിട്ട് ഫസ്റ്റ് ക്ലാസ് ഇതല്ലേ. അതുകൊണ്ടാണ് ഈ നിലക്കെത്തിപ്പോയത്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് ബാർഗെയിൻ ചെയ്ത് നോക്കാം. എത്ര ഇത് ബാർഗെയിൻ ചെയ്ത് നോക്കാം. കിട്ടുവാണെങ്കിൽ തന്നു 6,500 രൂപ പറ്റാണേ വാങ്ങി. അവിടെ തന്നടാ. അമ്മമാർക്കെന്തോ വണ്ടികളെന്തോ മണ്ണ് പോലെ ചാടുന്നു. അപ്പം നമ്മുടെ വണ്ടി അവിടേക്ക് എത്തിക്കോളും. നമുക്ക് നാട്ടിൽ നിന്ന് ബസ്സിന് പോവാം. അല്ലാണ്ട് പെട്രോൾ പൈസ നമുക്ക് നഷ്ടമല്ലേ ഗൈസ്. ഓക്കെ, നമുക്ക് പോവാം. എൻ്റെ മോൻ ഇപ്പം വണ്ടി കിട്ടിയോ. അപ്പം നമ്മളിതാ പോകുന്നു ഓഫീസ്. എന്നിട്ട് ഈ വണ്ടി കൂടി വിൽക്കാം. ഓക്കെ, ഇതിപ്പോൾ കണ്ടിട്ട് വലിയ പണി ഉണ്ടാവില്ല. നല്ല നീറ്റ് വണ്ടിയല്ലേ. നമുക്ക് പോയി ചോദിച്ച് നോക്കാം. ചേട്ടാ, എത്ര രൂപയുടെ പണിയുണ്ട്? 1,220 രൂപയുടെ പണിയോ? എൻ്റെ RC തരുന്ന കട്ട. അവിടെ ആ കട്ട നെങ്ങുന്നില്ലടാ. എന്ത് ചെയ്യടോ? ആ കട്ട നെങ്ങുന്നില്ല. എൻ്റെ പൊന്നെ, എന്ത് ചെയ്യും? ഓക്കെ, നമുക്കതന്നെ വാങ്ങാൻ ഇനി വേറെ ചാൻസ് ഇല്ല. ഓക്കെ, നന്നാക്ക് എടാ, ഇനിയൊക്കെ എവിടെ പോയി വരുന്നത്? ഓക്കെ, നോക്ക്. എന്ത് സ്ലോ ആണ് ഡി. നോക്ക് നോക്കടാ. സമയം നമുക്ക് സമയമില്ല. നമുക്ക് കുറേ സമയം ഉണ്ടല്ലോ, കുഴപ്പമില്ല. അവിടെ ഓരോട് പോയി. ഓൻ പകുതി പണിയിട്ട് പോയാ. എടാ കുടുക്കേടാ ചങ്ങായി. എന്നാലും ഇതെങ്ങനെ ഇതിൻ്റെ പണി ചെയ്യുന്ന? ഓട്ടോമാറ്റിക്കായിട്ട് ഭയങ്കര ടെക്നോളജിയാണ്. പൈസ അവിടെ കൊടുക്കണം എന്തായാലും. പൈസ അവിടെ കൊടുത്താൽ എന്തായാലും ഇതാവുള്ളൂ. ഓക്കെ, ഓന് ആദ്യം കൊടുത്തോണ്ട് കുഴപ്പമില്ല. ഓൻ പണിയൊക്കെ ചെയ്തിട്ടേ പോവുള്ളൂ. അമ്മച്ചി അങ്ങനെ അപ്പം പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ്. ഓക്കെ, എന്നിട്ട് നമ്മളിതാ നേരെ നമുക്ക് ഈ വണ്ടി ഓടിച്ച നേരെ നമ്മളെ കാരവനിലേക്ക് പോകാം. ഇങ്ങനെ പോവാൻ ഇനി കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എടുത്തട്ടെ. എൻ്റെ അമ്മച്ചി പറഞ്ഞ് പോകണം. കഷ്ടം.
പോട്ടെ പോട്ടെ. ഉറങ്ങണ്ടേ, നല്ല ഉറക്കണ്ട് എനിക്ക്. വേഗം പോയി ഉറങ്ങാം. വണ്ടിക്കുന്നൊരു സ്പീഡ് ഉണ്ട്, നല്ല സ്പീഡ്. ഇവിടെ പോയി കുത്തിയ നമ്മളെ പൈസ ഇവിടെ പോവും. അങ്ങനെ പോട്ടെ. പൈസ അല്ലേ ആകെ 1,00,000 ഉറുപ്പികയും കൊടുത്ത് വാങ്ങിയതല്ലേ. 1,00,000 ലാഭത്തിൽ നഷ്ടമായിപ്പോയി. വെറുതെ അല്ല അയാൾ വേഗം തന്നതാ വണ്ടി, അല്ലെങ്കിൽ അയാൾ തരൂല. ഓക്കെ, നമ്മളതങ്ങനെ പോന്നു പറഞ്ഞ് തോന്നു. എത്താറായും തോന്നുന്നു. ഇപ്പത്തും എന്ന് തോന്നുന്നു. എത്താറായി. എത്തിയില്ല. അയ്യോ, ഇടിച്ചല്ലോ. സാറല്ല, തട്ടിയില്ല, ഒന്നും ആയില്ല. കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. ഓക്കെ, വണ്ടിയുടെ ഇറക്കി. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. നമ്മളതാ ഉറങ്ങുന്നു. ഓക്കെ, കാരവൻ ഹോം ടൂർ നമുക്ക് പിന്നെ ആക്കാം. നമുക്ക് രാവിലെ ആവാം. നമ്മൾ ഏൺ ചെയ്ത പൈസ ഇതാണ്, നിങ്ങൾ കണ്ടോളൂ. അയ്യേ, ഡേ വന്നു. ഓക്കെ, ഡേ നോക്കി നമ്മൾ പോകുന്നു. ഇനി അവിടെ എത്തിയിട്ടാണ് ഇനി ഓടിക്കുന്ന കാണാൻ എനിക്ക് മടിയാക്കി. അപ്പോൾ നമ്മൾ എത്താനായി. എത്തി. ജോലിയോടെ നമ്മൾ ഇന്നലെ വാതിലടിച്ചില്ലെന്ന് തോന്നുന്നല്ലോ ഓഫീസിലെ. ഉറക്ക് ശരിയായില്ല. ബാക്കി നമ്മൾ ഉറങ്ങി. അപ്പം നമുക്ക് ഇതൊക്കെ സെയിലിടുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെന്തിനാ കണ്ട് മടുപ്പിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിതാ ഇവനോട് സംസാരിക്കാം. ഹായ്, ഇന്നെന്താ തിന്നത്? ബോസേ, ഞാനിന്നാകെ ഒരൊറ്റ ഇത് മാത്രമേ തിന്നുള്ളൂ. എന്ത്? ഇവിടെ മറ്റേ ഇതില്ലേ, 5 പീസ മാത്രമേ തിന്നുള്ളൂ. എൻ്റെ മോനെ, 5 പീസ്? നിനക്ക് മെലിയൊന്നും വേണ്ടേ? സാറേ, ഞാനിപ്പം തന്നെ മെലിഞ്ഞിട്ടോ. ഇനി അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വണ്ടിയൊക്കെ നമുക്ക് നോക്കാം, സെയിലിടാം. നിങ്ങൾ കാണിച്ച് മടുപ്പിക്കുന്നില്ല. ഓക്കെ, സെയിലിട്ടിട്ടുണ്ട്. നമുക്ക് അവൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് മെരുകാനുള്ള സംഭവങ്ങൾ കാണിച്ചു കൊടുക്കാം. ഇന്ന് പിന്നെ കച്ചവടം അധികം ഉണ്ടാവില്ല, ബെൻസായതുകൊണ്ട്. ഓക്കെ, എക്സസൈസ് ചെയ്യേണ്ട ഫസ്റ്റ് ടിപ്പ്. അതിനു മുമ്പ് നാളെ എന്താണ് കഴിക്കാൻ പോകുന്നത്? ജസ്റ്റ് ഒരു 10 ബർഗർ. ഏട്ടാ, 10 ബർഗർ? നിനക്കത് ഭ്രാന്തിട്ടുണ്ട്. ഏട്ടാ, ഹാർട്ടൊക്കെ ഇതായിപ്പോടാ, ക്യാൻസർ വരും. എനിക്കൊരു കൊല്ലാപ്പം വരില്ല സാറേ. അത് നിനക്ക് തോന്നുന്നത്, കുറച്ച് കഴിഞ്ഞാൽ വന്നോളും. ഓക്കെ, നിനക്ക് വേണ്ടിയുള്ള എക്സസൈസ് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞ് നീങ്ങിക്കട്ടെ. എന്തൊക്കെ ജമ്പാന്ന് ഞാൻ പറയാം. ഞാൻ പറയുന്ന പോലെ ജമ്പ് ചെയ്യണം. എന്താണ്ട് ഇങ്ങനെ ജമ്പ് ചെയ്യണം. ഓക്കെ, നീ കാണുന്നുണ്ടോ എനിക്കറിയാം. ഓക്കെ, തിരിഞ്ഞ് നോക്കട്ടെ. എടാ, നീ ദുഷ്ട, നീ നോക്കിയില്ലല്ലടാ. അടിച്ച് നല്ല പല്ല കഴിക്കും. ഓക്കെ, നീ ശ്രദ്ധിച്ചോ? വേണ്ടോ, ഇങ്ങനെ ചാടണം. ഇങ്ങനെ ചാടിയാലാണ് സ്റ്റാമിന ഉണ്ടാവുക. ഓക്കെ, അല്ല നിനക്കുണ്ടല്ലോ. സാറേ, ഞാൻ ചെയ്തോളാം സാറേ. സോറി. തൊട്ട് വീട്ടിൽ പോയിട്ട് ചെയ്താൽ മതി. ഓക്കെ, എനിക്ക് അത്ര ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ ജമ്പ് ചെയ്യുക, മനസ്സിലായില്ലേ? ഓക്കെ, കറക്റ്റ് ജമ്പ് ചെയ്യണം, ഒരു തെറ്റും ഉണ്ടാവരുത്. ഓക്കെ, അതോ ഇങ്ങനെ കറക്റ്റ് ജമ്പാവണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ അന്നെ ഉണ്ടല്ലോ അടിക്കും ഞാൻ. ഓക്കെ, ശരി സാർ, ശരി. ഓക്കെ, നല്ല കുട്ടി. അപ്പോൾ നമുക്ക് അതിൽ കച്ചവടം കാണുന്നില്ല ആൾക്കാർ. നമുക്കിങ്ങനെ ഇറങ്ങി നടക്കാം. നമുക്ക് അപ്പുറത്ത് അവരുടെ അടുത്ത് പോവാം. ഓക്കെ, നമ്മളിങ്ങനെ നടന്നു പോവാണേ. നമുക്ക് റോഡ് മുറിച്ച് ജസ്റ്റ് മിസ്, അല്ലെങ്കിൽ ഞാൻ തീർന്നു. ഓക്കെ, അപ്പോൾ അവനോട് ചോദിക്കാം, ചേട്ടാ എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഓടോ, നിന്റെ അടുത്ത് കാറുണ്ടോ? ഇല്ല, നീ ദാരിദ്ര്യം പിടിച്ചതാണ്. നിന്റെ ചട്ടക്കാറിൻ്റെ ഞാനില്ല. അവന് ചാടാ, നമ്മുടെ അടുത്തുള്ള വണ്ടി നമ്മക്കല്ലേ അറിയുള്ളൂ. ചേട്ടാ, എൻ്റെ ഒരു റേസിനുണ്ടോ?
ആടാ ഞാനുണ്ട്, നമുക്ക് നോക്കാം ആരാ ജയിക്കാന്ന്. ഇത്രയും നല്ല ചേട്ടൻ ഞാൻ ഏടിയും കണ്ടിട്ടില്ല ചേട്ടാ. താങ്ക് യു ചേട്ടാ. ചേട്ടൻ അവനെ തോൽപ്പിക്കും. ഞാൻ എൻ്റെ വണ്ടിയൊക്കെ കഴുകട്ടെ. കേട്ടോ, അഹങ്കാരം പിടിച്ചാൽ നീ തോക്കടാ. നീ ഒരു കാലത്തും നന്നാവില്ല. ഓക്കെ, നമ്മളിതാ പോകുന്നു. അവനെ ശപിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ആർക്കറിയാം ഇത് ഏൽക്കുവാൻ. നമ്മളങ്ങനെ നടന്നു പോകുന്നു ഗൈസ്. നമ്മളെ ഡീലർഷിപ്പിലേക്ക് അതാ. ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്താൽ ഇതിൻ്റെ പാർട്ട് 2 ഞാൻ ഇടുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.